ഹേ ഗൈസ്, എല്ലാവർക്കും ജോഹാൻസ് കുട്ടിപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി തിരക്കിലായിരുന്നു. സ്കൂളിലും പോക്കും പലതൊക്കെ ജോലിയിലായിട്ട് താമസമായിരുന്നു ഗൈസ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോയിൽ ഞാൻ പുതിയ ഡ്രോയിങ് ബുക്ക് എടുത്തു ഗൈസ്. അതാണ് എനിക്ക് തോന്നുന്നു ഒരു ഡ്രോയിങ് ബുക്കല്ലേ, എന്താ അതിനൊക്കെ പ്രത്യേകത. പക്ഷെ ഇഷ്ടം പോലെ കളർ സെറ്റ് ഉണ്ട് ഗൈസ്, ഇഷ്ടം പോലെ. എന്തോ 2 ബോക്സ് നിറച്ച് ഇത്രയുള്ള ബോക്സ് ഉണ്ട്. അതല്ല ഈ ഒരു വലിയൊരു ഡ്രസ്സിൻ്റെ ഒരു വലിയൊരു ബോക്സ് നിറച്ചും ഈ ഒരു ബോക്സ് നിറച്ചു. എന്താണിത് എന്ന് എല്ലാവരും ആകാംക്ഷയോട് നോക്കണം. നമുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മൾ ക്യാമറ എടുക്കുക. നമുക്ക് ക്യാമറമാൻ ആരുമില്ല ഗൈസ്, നമ്മൾ തന്നെയാണ്. അല്ലേ, തുറന്നു. വിജയകരമായി കണ്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ഒരു ബോക്സിൽ ഇത്രയും സാധനങ്ങൾ, സെറ്റും പല പല സാധനങ്ങൾ. ഇനി മറ്റേ വേറൊരു ബോക്സിൽ ഇതാണ് മറ്റേ ബോക്സ്. കിട്ടിയ ബോക്സ് കയ്യെ കിട്ടി, സോറി. ഇതാണ് അതിൻ്റെ അകത്തെ എല്ലാ സാധനവും. അതായിരിക്കുന്ന ഗൈസ് ഒരു ഡ്രോയിങ് ബുക്ക്. പക്ഷേ വേറെ ഡ്രോയിങ് ബുക്ക് എടുത്തു പോയി. പക്ഷെ എന്നാൽ മാറ്റി വെച്ചേക്കാം, ആവശ്യം വരെ എന്തെങ്കിലും. നമ്മൾ 2 ബോക്സും തുറന്ന് വെച്ചേക്കാം. ഇതാണ് നമ്മൾ എടുത്ത ഡ്രോയിങ് ബുക്ക്. അത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജ്, എന്ത് മെസ്സേജ് ഇത് വേണ്ട. ഇതാണ് വേറെ ബുക്ക്. നമുക്ക് ഒക്കെ വരച്ച് ചെയ്യാം. നമുക്ക് എന്തോ ചിത്രം വേണമെന്ന് നിങ്ങൾ പറഞ്ഞ ഗൈസ്. അപ്പം നമ്മളത് ചെയ്യുന്നതാണ്, വരയ്ക്കുന്നതാണ്. എനിക്ക് അറിയാവുന്ന കൂട്ടൊക്കെ ഞാനും വരയ്ക്കും, അല്ല അത്രയ്ക്കും വലിയ കഴിവൊന്നുമില്ല ഗൈസ്. പോയോ തെറ്റ് ശരിയല്ല. ഇങ്ങനെ തിരിച്ചു വെക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 2 പെട്ടി. എൻ്റെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ ഊഞ്ഞാൽ. ഇത് കാറ്റിട്ടുന്ന അത്യാവശ്യം കാറ്റിട്ട. ഇത് ബാക്കി കാണുന്ന നമ്മുടെ തിണ്ണ. ഇത് നമ്മുടെ ഒരു മെയിൻ സീലിംഗ് ഫാൻ പോലും ഇല്ല ഗൈസ്. എന്താണ് വേണ്ട, നമുക്ക് ഇപ്പം വരച്ച് തുടങ്ങാം. ഇപ്പം നിങ്ങൾ കമൻ്റ് ഇടണം ഗൈസ്, എന്താണ് വരയ്ക്കണ്ടേ, എന്ത് ഇഷ്ടം ഉള്ളവണ്ണം വരയ്ക്കുക. നമ്മൾ ആദ്യം വെറുതെ എനിക്ക് വീടൊക്കെ വരയ്ക്കാൻ അറിയാം, പക്ഷെ തട്ടിക്കൂട്ടി വരച്ച വീട്. ഇപ്പം നമ്മളെന്താണ് വരയ്ക്കേണ്ടത് കമൻറ്റ് ചെയ്യണം. നമുക്ക് നല്ല അടിപൊളി ഒരു വട്ടം വരയ്ക്കാം. വട്ടം വരയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം പെൻസിൽ. ഒന്നിനും മോനയില്ല, കട്ടർ മുറിക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ബാസ്ക്കറ്റ്. ഇതാണ് ഗൈസ് ബാസ്ക്കറ്റ്. മുറിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ ഒരു കമൻറ്റ് പോലും ഇല്ല ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇടണം ഗൈസ്. ഈ വീഡിയോയ്ക്ക് മറ്റേ വീഡിയോക്കൊക്കെ കണ്ട വീഡിയോക്കൊക്കെ കണ്ട മൊത്തം കമൻറ്റ് ഇട്ടോ. ഇതിന് ചെറിയൊരു ഇത് മതി ഷെയ്ഡിങ്ങിന്. നല്ല വെറൈറ്റി സാധനമാണ് ഗൈസ് വരയ്ക്കാൻ. നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറ. ഇത് പെട്ടിട്ട് എന്ത് എത്താൻ പറ്റാത്ത. നമുക്ക് വരച്ച് തുടങ്ങാം. ഒരു നല്ല ചെറിയൊരു മുനമ്പുള്ളത്, അതിൻ്റെ ഇടയ്ക്കൊരു അത്യാവശ്യം വലുതുണ്ട്, ഇത് നല്ല വലുത്. മീഡിയം നമ്മൾ ആദ്യം നല്ല വലിയതെടുത്ത് ഇങ്ങനെ വട്ടം വെച്ച് വരയ്ക്കാമേ.
പിന്നെ നിങ്ങളുടെ വിചാരം എന്താ? ഞാൻ എത്രയിലാണ്, ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത്, ഞാൻ എവിടെയാണ് എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നു. ഒരു Q&A. ഞാനിപ്പോൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിൽ. അന്ന് ഷാരോൺ എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ വന്നില്ലേ, അവൻ 7ലാണ്. അവന് ഞാനും വർക്കിംഗ് മോഡിൽ ഫസ്റ്റ് കിട്ടിയപ്പം ജില്ലയിൽ പോകാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിച്ചാണ്. ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് വയസ്സ്. നമ്മൾ ആസിഡ് റെയിനാണ് ഉണ്ടാക്കുന്നത്, ആസിഡ് മഴ. ഇപ്പം പെർഫെക്റ്റായിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. ഞാൻ സർക്കിൾ വരച്ച് തന്നെ നമ്മൾ കുത്തി നിർത്തും. നമുക്കൊരു കമൻറ്റ്, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടി നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ പൈസയിൽ നിന്ന് തന്നെ ഒരു ക്യാമറ സ്റ്റാൻഡ് വാങ്ങാം ഗൈസ്. ഞാനിപ്പം ഇങ്ങനെ വെച്ചാൽ എൻ്റെ മാത്രമേ കാണാൻ പറ്റൂ. ഞാൻ ഒന്ന് വരയ്ക്കാമേ. ഇത് ഔട്ട്ലുക്കിന് മൂർച്ചയുള്ള ഇത് മതി, അല്ല ഇതല്ല, അങ്ങനെ ഔട്ട്ലുക്കിന് വേണ്ടിയുള്ള ഇങ്ങനെ ഒരു ചില വീഡിയോക്ക് പറഞ്ഞു പോയാൽ ലെങ്താവും. ഇപ്പം തന്നെ 6 സെക്കൻഡ് 6 സെക്കൻഡ് 6 സെക്കൻഡും കണ്ട് 6 സെക്കൻഡ് എത്ര 6 മിനിറ്റ്. രണ്ടും നമ്മൾ ചെവി ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെവി ഇച്ചിരി ഡാർക്കാക്കാം. ഡാർക്ക് ഷെയ്ഡിന് ചെവി നല്ല ഡാർക്കാണ്. പിന്നെ ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് അറിയാം. പുനലൂർ ബഥേൽ MTSS UP സ്കൂളിലാണ്. എൻ്റെ വീഡിയോ കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ്. പിന്നെ വേറെ ഒരാളുണ്ട്, ഏതൻ അഭിലാഷ്. അവനും വേറെ സ്കൂളിൽ തന്നെയാണ്. അവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ സെൻഗുരേറ്റി, പുനലൂർ. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാതിരിക്കാം. നമ്മൾ നന്നായിട്ട് വരച്ചെടുക്കും. ഇത്രയാണ് നമ്മുടെ ചെവിയൊക്കെ നിന്ന്. ഈ സ്കെയിലിൻ്റെ പണിയാണ് ബൂബ. ഇത് മതി, ക്യാമലിൻ്റെ സ്കെയിൽ. ഇനി പകുതിക്ക് വെച്ച് നന്നായിട്ട് ഒരു ലൈറ്റ്നിങ്ങിനാണ് ഇത് കൊടുക്കുന്നത്. ഒരു ഡാർക്ക്നെസ്സിന് കൊടുക്കാൻ ചെറുതാണല്ലോ, അപ്പം ഡാർക്ക് എടുത്തു. ഇത്രയും. എന്നിട്ട് ഇത് ഞാൻ പണ്ട് ചെയ്തതാണ്, പണ്ടങ്ങാണ്ട് അത് വേറെ ബുക്ക്. അതെൻ്റെ ചേച്ചിയുടെ മിനി നോട്ട്ബുക്കാണ്. ഇത്രയാണ് ഞാൻ അടിച്ചു മാറ്റി. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. നിങ്ങളുടെ വിചാരം ഞാൻ സിംഗിളാണോ? ആരും വീഡിയോ എടുക്കാൻ സഹായിക്കുന്നില്ല. ഞാൻ പക്ഷേ സിംഗിളാണ്, മിങ്കിളല്ല. ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ മോൾ, ഇളയ മോൾ. ചേട്ടനുണ്ട് ഗൈസ്. നമ്മൾ തിങ്കളാഴ്ച അവധിയാണ്, ദീപാവലി. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കുന്നൊരു വീഡിയോ എടുത്തിടാം ഗൈസ്. മറന്നു പോകുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കും. മറന്നു പോകത്തില്ല, വീഡിയോ എടുക്കണം. ഇപ്പം ഇത്രയും ചെയ്തു. ഇനി എന്താ വേറെ ഇങ്ങനെ ഇവിടെ ഇടണം. സമയം എത്രയോ ഇതിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. എന്നാലും രാവിലെ ഇടും, നാളെ എങ്ങാണ്ട് ഇടും. നാളെ ശനിയാഴ്ച ഇടും. അല്ല, നാളെ വെള്ളിയാഴ്ചയാണ്. ഇനി ഞായറാഴ്ച വൈകിട്ടാണ് ഞാൻ തരുന്നത്. അമ്മ അവിടെ പപ്പയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി ഏത് കളർ കൊടുക്കണം? നമുക്ക് കളർ പെൻസിൽ എടുത്തിട്ട് ഇഷ്ടമുള്ളൊരു കളർ ഇതായിരിക്കുന്നൊരു പെൻസിൽ. ഗ്രീന്, ബ്ലൂ, റെഡ്, യെല്ലോ എടുക്കാം. ലൈറ്റ് ഉണ്ട്, ഡാർക്ക് എല്ലാം ഉണ്ട്. എല്ലാം മിക്സായി കിടക്കും. ഓക്കെ, ഈ ഇത്രയും കളർ പെൻസിലാണ് എടുത്തേക്കുന്നത്. ആദ്യം എൻ്റെ ഫേവറേറ്റ് കളർ റെഡ്.
നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്നൊന്ന് ഗസ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ കളർ എടുത്തുകൊണ്ടിരിക്കുക. ഈ കളർ പെൻസിൽ കൊള്ളൂല, ഇച്ചിരി കൂടെ ആവണം. ഇപ്പം നമുക്ക് ഹൈ കളർ ക്വാണ്ടിറ്റി ക്രയോൺ എടുക്കാം. ഈ ഗൾഫിലത്തെയാണ് ഈ സ്റ്റഫ് കൊണ്ടുവന്നത്. പിന്നെ യെല്ലോ ക്രയോൺ, പിന്നെ ഒരു ഗ്രീൻ, ഗ്രീൻ, പിന്നെ ഒരു ബ്ലൂ ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ബ്ലൂ അടിക്കാൻ. ഓക്കെ, പല പല കളറുകൾ ചെയ്തിടാനും പല പല നാടുകൾ ചെയ്തിടാനും. ഗൈസ്, നമുക്ക് തിങ്കളാഴ്ച ദീപാവലി പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് തിങ്കളാഴ്ച മിഷ്യനാന്തത്തിന് പോകണം ഗൈസ്. ദ മീൻസ് പള്ളിയിലെ യുവദൈത്തി SMYM മിഷ്യനാന്തം. ഞങ്ങൾക്ക് എന്തോ ഇവിടെ 5 വെച്ച് മനസ്സിലുണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് കിട്ടി. എന്തുവാ പാടിയത്? ഫസ്റ്റ് കിട്ടി. പ്രാക്ടീസ് ചെയ്ത് ടീച്ചറിനും ഞങ്ങളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്കിനി വേറെണ്ണം വരയ്ക്കാം. വേറെ ചിത്രമല്ല, നന്നായിട്ട് ഡാർക്കായിട്ട് വരയ്ക്കാം. നല്ല അടിപൊളി സീൻ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ലൈവായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ പല പല ഇതായിട്ട് ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം വീഡിയോസ് ഇട്ടിട്ടുള്ളത് നാട് കാണിക്കൽ വീഡിയോ ആണ്. നാട് കാണിക്കൽ വീഡിയോ പാർട്ട് 1 അന്ന് തന്നെ ഇട്ടതാണ് ഗൈസ്. പാർട്ട് 2 സൂര്യൻ ദൂരെ വെൺമലയിൽ